സൂറത്ത് എന്ന ഒരു സീറ്റ് കട്ടെടുത്ത BJPക്ക് 100 സീറ്റ് കുറയും. അതാണ് ഈ രാജ്യം പറയുന്നത്. ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, BJPയുടെ കുതന്ത്ര രാഷ്ട്രീയത്തിൻ്റെ ആദ്യത്തെ വിജയം. ആ ഒരു സീറ്റിനു പകരം ഗുജറാത്തിൽ തന്നെ BJPക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ ക്രെഡിബിലിറ്റിയാണ്. 2019 നമുക്കറിയാം, ഗുജറാത്തിൽ 26 നേടിയിരിക്കുന്നത് BJP ആണ്. എന്നാൽ ഈ സൂറത്തിലെ കുതന്ത്രത്തിൻ്റെ ഫലമായി അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനി ഗുജറാത്തിലെ ഒന്നിലധികം സീറ്റുകളായിരിക്കുമെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി. വളരെ ആസൂത്രപരമായിട്ടാണ് ഈ നീക്കം നടന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുബാണിയെ പിന്താങ്ങിയ 3 പേരെയും ആദ്യം അവർ പിന്മാറ്റി. തങ്ങളുടെ ഒപ്പ് വ്യാജമായി നിലേഷിൻ്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്ന കള്ള സത്യവാങ്മൂലം നൽകിച്ചു. ആ സത്യവാങ്മൂലത്തോടെ കോടതിയെ അവർ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നാലെ നിലേഷ് കുബാണിയുടെ പത്രിക തള്ളി. കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ സുരേഷ് പട്സലയും സമാന രീതിയിൽ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം BJP പ്രേരണയിൽ 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെ മുകേഷ് ദലാൽ എന്ന BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ BJP ആണെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച കോൺഗ്രസ് പ്രതിനിധി സംഘം സൂറത്ത് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു കഴിഞ്ഞു. നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളിയതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഗുജറാത്ത് കോൺഗ്രസും വ്യക്തമാക്കി. ആം ആദ്മി സഖ്യവുമായി സംസ്ഥാനത്ത് തിരിച്ച് വരവിന് ശ്രമിക്കുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകാൻ നോക്കിയതാണ് സൂറത്തിലെ BJP വിജയം. എങ്കിലും ഇത് മറ്റു മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ BJP സ്ഥാനാർത്ഥിയെ ജേതാവായി പ്രഖ്യാപിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏകാധിപതിയുടെ യഥാർത്ഥ മുഖം വീണ്ടും തുറന്നു കാണിക്കപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശമാണ് ഇവിടെ കവർന്നെടുത്തത് എന്നും ഇത് അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനുള്ള മറ്റൊരു ശ്രമമാണെന്നും രാഹുൽ ഗാന്ധി സാധാരണ ജനങ്ങളോടാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് വെറും സർക്കാർ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല എന്നും ഇത് രാജ്യത്തെയും ഭരണഘടനയെയും രക്ഷിക്കാനുള്ള അവസാന തെരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലായിരിക്കുന്നു. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് എതിരില്ലാത്ത വിജയങ്ങൾ എന്നുള്ളത്. മെയ് 7-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ തന്നെ തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് മുകേഷ് ലാദ് എന്ന BJP നേതാവിൻ്റെ വിജയത്തിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത് BJPക്ക് വലിയ നഷ്ടം വരുത്തുമെന്നാണ് വിലയിരുത്തുന്നത്. മഹത്തായ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഒരു സീറ്റ് പിടിച്ചെടുത്തത് തന്നെ 100 സീറ്റ് നഷ്ടപ്പെടുമെന്നതിൻ്റെ സൂചനയാണ് BJPക്ക് ഈ രാജ്യം നൽകുന്നത്.